ഹല 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 ഹല. അത് ഞാനും ചോദിച്ച്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊരു നല്ല സമയമാണ്. വളരെ ശ്രദ്ധിച്ച് ഫിനിഷ് ചെയ്യേണ്ട അപൂർവമായ ഒരു പുതിർപ്പന്തേശം. ഫിനിഷ് ചെയ്യാനൊന്നുമില്ല. വേലൂർ പ്രഭാകരമേനോൻ എഴുതി വെച്ച ലീഡനുസരിച്ച് അയാളുടെ കാലശേഷം കണക്കില്ലാത്ത ആ സ്വത്തുക്കൾ എന്റെ കയ്യിൽ തന്നെ വന്നു ചെയ്യും. അയാളുടെ മകളും ഭർത്താവും ഡൽഹിയിൽ ഏതോ ടെററിസ്റ്റ് ആക്രമണത്തിൽ ചത്തപ്പോ അവശേഷിച്ച ഇന്നുമോ അങ്ങേർക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങൾ നടത്താൻ ഒരാളെന്നും പറഞ്ഞാൽ എന്റെ ഇങ്ങോട്ട് പ്രമാണപ്രകാരം ആ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് അമ്മാവിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് മറ്റാരുടെയെങ്കിലും പേരിൽ അത് എഴുതി വെച്ചാലോ? അത് കയ്യിൽ വരാനുള്ള മാർഗത്തിൽ ഇടയ്ക്കില്ലൊക്കെ നായ്ക്കള് കൊണ്ടുപോകും. മറ്റാരും പാഞ്ഞു അത്ര ഞാൻ എന്ത് വേണമെന്ന് ആരാ വരുന്നുണ്ട് കേട്ടോ. ജാക്സൺ പറയുന്നത്. ബോധം തെളിയുമ്പോൾ അമ്മാവന്റെ അടുത്തുണ്ടാവണം. ആശയിൽ 7 ദിവസത്തിലായാലും സ്വന്തമാക്കി. അല്ലെങ്കിൽ താങ്കൾ വെറും 4 കുതിരകൾ ഒതുങ്ങി ആരുമല്ലാതെ എത്തി. ബോധം ഇതുവരെ തെളിഞ്ഞില്ലല്ലേ? ആരാ വരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ. സ്വത്തിനും ജീവനും കാര്യക്കാരാക്കി കസേരയിൽ കൂടിയാലെത്താത്ത കുതിരയെ നാടുകൾ എന്റെ കർമ്മ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ എനിക്ക് ഉണ്ടല്ല ഉണ്ടല്ല. സൂക്ഷിച്ചതെല്ലാം ഉപ്പിലിരുന്നില്ലാൻ പോയി കണ്ണടഞ്ഞാൽ അറിയിക്കാനാണ് വന്നത്. തെറ്റായിപ്പോയി അല്ലെ? എത്ര നേരത്തെയായി. ഇത്തിരി വെള്ളം തൊട്ട് തരാനുള്ള കയ്യാ തട്ടി മാറ്റുന്നത് ഓർക്കുന്നത് നല്ലതാണ്. നിനക്കൊരു തോന്നുന്നു എന്റെ കണ്ണടഞ്ഞാൽ അതുപോലെ എടാ എനിക്ക് ഉണ്ടല്ല ഉണ്ടല്ല. എന്റെ കണ്ണിലാണ് ഉണ്ടല്ല. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഫൈറ്റിനില്ലട്ടോ. ഉണ്ടല്ല ഉണ്ടല്ല. എന്നോട് വല്ലതും പറയാനോ ചുമതലപ്പെടുത്താനോ ഉണ്ടെങ്കിൽ അതറിയാനാ ഞാൻ വന്നത്. പറയാനുണ്ട്. ഉണ്ടല്ല. പെട്ട് 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 പെട്ട്. ഓ കൊറച്ചുണ്ട് കിട്ടി. ഫൈറ്റിന് പോവല്ലേ? ഹൈഡ് ചെയ്തോ. പക്ഷേ ഞാൻ ഒന്നും മനസ്സിലാകാത്തവനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പൊ പറഞ്ഞു വെറുതെ എനിക്ക് രണ്ടാളും അറിയണം. എന്താണ് കഴിയുന്നത്? കിടക്കുന്നു
ആളുണ്ട് ഇതിന്റെ ഉള്ളിൽ. എവിടെയെന്ന് കാണില്ല. 7mm ബുള്ളറ്റ് വേണ്ട. ഇവിടെ അടിയിൽ ആരൊക്കെ ഉണ്ട്. അത് ഉണ്ടല്ലാതെ കളി ഇറക്കൂലല്ലോ. അവിടെ അടുത്ത ആള്, എന്റെ അടുത്ത ആള്. ഇവിടെ ഒരാളുണ്ട്. അയ്യോ എനിക്കടി മോളില്. ഞാൻ പറ്റും ആവട്ടോ. എടാ ഇന്നത് പൊക്ക്. എനിക്ക് ഹീൽ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഇറങ്ങി പൊട്ടിച്ചോ. ഒരുത്തനും പാടെ തീർന്നോ? അതെ മനസ്സിലായി. പ്ലേസിന് ഏരിയ 5 ആണോ? അയ്യോ ബോംബ്. ആ വരുന്ന ബോംബ്. പൊളി. ഓനെ തീർത്തില്ലേ? എനിക്ക് അസിസ്റ്റ് കയറിയത്. ഇനി ഒരാളും പാടെ. എന്റെ പ്ലേസിന് ഏരിയ 3 കാണിക്കണ്ടേ? എവിടെ? എടാ എനിക്കടി. എന്റെ അടുത്ത് കേട്ടുവാ. തീർത്തോ? എനിക്ക് ആളെ കാണില്ലടാ. സോണ് കേറ. തീർത്തിട്ടില്ലേ? ഒരാളും പാടണ്ട അവിടെ. അതാ ഒരുത്തം വന്ന് ഇറങ്ങിട്ടോ അവിടെ. ഒരുത്തോണ്ട് കയറി. ഒരുത്തവിടെ വന്ന് ഇറങ്ങിക്കണു. എടാ ഹാക്കറടാ. ഓൻ അടിച്ചിട്ട് അത്ര ലൈഫ് പോയതാ. പക്ഷെ ഓൻ അടിച്ചിട്ട് തന്നെ ഇല്ല. ഇത് മറ്റേത് കൂടി ആൾക്കാരടാ. പവർ കൂടി ആൾക്കാരുണ്ടാവില്ലേ? എന്റെ മുമ്പിലാള്. ഞാൻ പോകണ്ടേ? ചിലപ്പോ ഞാൻ പടാവും. ഇവിടെ റീകോൾ ചെയ്യാനുണ്ടോ? Marked a location. ഒരാളുണ്ടോ?
ആ അവൻ റീകോൾ ചെയ്യാൻ പോണേ. അവനെ നോക്കട്ടെ. അവൻ ചത്തു. നമ്മൾ അങ്ങനെ ആരും ഇല്ലേ നമ്മള് രണ്ടാളോട് അല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഞാനെന്തിനു വാക്കി വെക്കണം അനക്കെത്ര കിട്ടി? നമ്മുടെ 9. തീരുമാനിക്കണം ഇത്രയും കാലം കയ്യെട്ടിയതാ. ഭക്താനന്ദൻ കാപ്പിനുണ്ടാകുന്ന തോന്നലുകൊണ്ടാണോ നിന്റെ നാമം വിളക്കിന് അത് അധിക നേരം വേണ്ടി തോൽക്കാൻ പോകുന്ന ഭാഗത്ത് എന്റെ അടുത്ത് ആളുണ്ടോന്ന് പടയാളിയാണ് നമുക്ക് ബൂട്ട് എവിടെ കേട്ട മതി. എന്ന് ആരും തീരുമാനിച്ചു ഞങ്ങള് ടിവിയിൽ യൂട്യൂബിലിട്ടേക്ക. അല്ല വേറെ പരിടുന്നില്ലല്ലോ. ഒരു ഡ്രോപ്പ് ഉണ്ട്, പോയി നോക്കട്ടെ. നിന്നെ സൗകര്യമായിട്ടൊന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിളിച്ചാൽ ഞാൻ ബംഗ്ലാവിലേക്ക് വരുമായിരുന്നല്ലോ. ആഹാ, ഇപ്പൊ എങ്ങോട്ടാണോ തയ്യാറെടുപ്പ്? മേനോ സാറിന് ആഹാരം കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് പോകാൻ. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തു. അങ്ങനെ ഒന്ന് സേവിക്കാൻ ഒരുങ്ങിയിരിക്കുക ഈ അനന്തരവൻ. നമ്മൾ ബുദ്ധിമുട്ടണമെന്ന് എന്റെ ഭാഗത്ത് പൊട്ടണോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കും. 100 ഞാൻ എടുക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങളെ കാര്യം വിളിച്ചു. അതും പോലെ എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം. എന്താ സ്നൈപ്പർ ഇതിന്റെ ഉള്ളിലില്ല. എങ്കിലും എനിക്ക് ഇതിനെ പറഞ്ഞു വിടേണ്ടി വരും. നീ പോവും. വന്ന് വീണെടുത്ത് ജീവിതം കൊണ്ടൊരു അടയാളം വെക്കാൻ വിധി പറഞ്ഞു. ശിവനല്ല ആള് ഈശ്വരൻ നിലത്തിറങ്ങി കൽപ്പിച്ചാൽ പോലും പോവില്ല. ഇവിടെ ആള് ഇങ്ങോട്ട് വാ. ഇത് ബാക്കിലാണോ? എനിക്കല്ല, ഞാൻ അത്യാവശ്യം എനിക്കിപ്പോ കിട്ടും. എനിക്കിവിടെ ബൂട്ട് പ്രിന്റ് ഉണ്ട് എന്റെ അടുത്ത്. എടാ ആകെ എനിമിയടാ, ഫുൾ സ്ക്വാഡ്. ഒരു നോക്കിയാ കേട്ടോ. ഇനി എവിടെ എനിക്കറിയില്ല, അടിക്കണ സൗണ്ട് കേട്ട്. കൊറേ നല്ല അടി കിട്ടി. ബാക്കിയുണ്ട് ഇവിടെ. നമ്മുടെ ടീം ഫുൾ ഉണ്ട് ഇവിടെ. നോക്കി കളിക്ക്. അയ്യോ, ആറ് സ്നൈപ്പർ അടിച്ച് പൊളി. ഓൻ തന്നെ ഞാൻ വന്ന് നോട്ടിട്ടിരുന്നു. ആ നിർത്തനും പാടുണ്ട്. ഇവിടുന്ന് 3 അടി കണ്ടിന്യാ. കളപ്പലിക്കൊക്കെ ഗ്ലിച്ച് കൂടുതലാടാ. ഇനി എന്തൊക്കെ ലൈഫ് പറയാ. അതാ അതെവിടെ ആള്? ആ കണ്ട് പൊളി. നമ്മള് 2 ആള് തീർത്ത്. We are number 1. Victory belongs to us. ഈ ഗണ്ണ് അടിപൊളിയാട്ടോ. സ്കോപ്പിലെക്കാളും ഷെയ്ക്കില്ല.